പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി വചന ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ദൈവം അനുവദിച്ചതായ ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ആയിരിക്കാൻ തക്കവണ്ണം ദൈവമക്കളായ നമുക്കെല്ലാവർക്കും ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. നിങ്ങളെ എല്ലാവരെയും ദൈവനാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആരാധനയിൽ, നമ്മുടെ വചന ശുശ്രൂഷയിൽ, നമ്മുടെ ഈ ധ്യാനത്തിൽ ഉണ്ടായിരിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് നമ്മുടെ ആത്മീക ജീവിതത്തെ നിറയുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വചനം അതിൻ്റെ അർത്ഥത്തിൽ ഗ്രഹിപ്പാനും അതിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. അപ്രകാരം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക്, വചന ധ്യാനത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുകയാണ്. ഇന്ന് നമുക്ക് ആധാരമായിരിക്കുന്നതായ വചന ധ്യാനത്തെക്കുറിച്ച് അല്പം പശ്ചാത്തലം നിങ്ങളുടെ ഓർമ്മയിൽ സമർപ്പിച്ചുകൊണ്ട് ധ്യാനത്തിലേക്ക് തുടരുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. പ്രധാനമായിട്ട് കഴിഞ്ഞ വർഷം, അതായത് 2019 ഡിസംബർ മാസത്തിൻ്റെ അവസാന ഭാഗത്തോട് ചേർന്നപ്പോൾ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ കർത്താവ് എനിക്ക് നൽകിയതായ ചില പ്രത്യേക ആലോചനകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഈ സമയത്ത് ദൈവം എൻ്റെ പക്കൽ എനിക്ക് വെളിപ്പെടുത്തി തന്നതായ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ദൈവത്തിൻ്റെ കലണ്ടർ, ഗോഡ്സ് കലണ്ടർ എന്നതായ വിഷയം. ദൈവത്തിൻ്റെ കലണ്ടർ എന്ന വിഷയത്തെപ്പറ്റി വിവിധമായ ചില ഭാഗങ്ങൾ കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവിലൂടെ എനിക്ക് വെളിപ്പെടുത്തി തരികയുണ്ടായി. പ്രധാനമായിട്ട് ദൈവത്തിൻ്റെ കലണ്ടർ വേദപുസ്തക അടിസ്ഥാനത്തിൽ എപ്രകാരം നമുക്ക് ഗ്രഹിപ്പാൻ തക്കവണ്ണം സാധിക്കും എന്ന ഒരു വിഷയം. രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ കലണ്ടറും സൃഷ്ടിപ്പ് അല്ലെങ്കിൽ സൃഷ്ടി നടന്നതായ ആ ആഴ്ചവട്ടത്തെക്കുറിച്ചുള്ളതായ പ്രത്യേകതകളും തമ്മിലുള്ളതായ ഒരു താരതമ്യ പഠനം, അതിനെക്കുറിച്ചുള്ളതായ പ്രത്യേകതകൾ, ഇവയെക്കുറിച്ചുള്ളതായ വെളിപ്പെടുത്തലുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ കലണ്ടർ വിശുദ്ധ മന്ദിര ശുശ്രൂഷയിലൂടെ എപ്രകാരം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന പ്രത്യേകതയും തിരിച്ചറിയുവാൻ തക്കവണ്ണം എനിക്ക് സാധിച്ചു. ഗോഡ്സ് കലണ്ടർ ആൻഡ് ദ സാങ്ച്വറി സർവീസസ്, ദൈവത്തിൻ്റെ കലണ്ടറും വിശുദ്ധ മന്ദിര ശുശ്രൂഷയും. നാലാമതായിട്ട് പ്രധാനമായിട്ട് ദൈവത്തിൻ്റെ കലണ്ടറും അതുപോലെ തന്നെ കർത്താവിൻ്റെ പ്രസാദ വർഷവും എന്ന ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ എന്ന ഭാഗത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇങ്ങനെ 4 വിവിധമായ ഭാഗങ്ങൾ അടങ്ങിയ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ദൈവത്തിൻ്റെ കലണ്ടർ എന്നതായ ഈ വിഷയം. ആദ്യത്തെ ഭാഗം വേദപുസ്തക അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ കലണ്ടറിൻ്റെ പ്രാധാന്യത എന്താണ്, ദൈവത്തിൻ്റെ കലണ്ടർ വേദപുസ്തക അടിസ്ഥാനത്തിൽ. രണ്ടാമത്തെ ഭാഗം ദൈവത്തിൻ്റെ കലണ്ടർ സൃഷ്ടിപ്പിലൂടെ. മൂന്നാമത്തെ ഭാഗം ദൈവത്തിൻ്റെ കലണ്ടർ വിശുദ്ധ മന്ദിര ശുശ്രൂഷയിൽ. നാലാമതായിട്ട് ദൈവത്തിൻ്റെ കലണ്ടറും കർത്താവിൻ്റെ പ്രസാദ വർഷവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ളതായ പ്രത്യേകമായ പഠനങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ആ ഡിസംബർ മാസത്തിൽ എനിക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതിനുശേഷം ഈ കൊറോണ എന്നതായ ബാധ മനുഷ്യരെ പിടികൂടുന്ന നാൾ വരെ എല്ലാ സഭകളിലും ആഴ്ചതോറും ഈ വിഷയത്തെ ആസ്പദമാക്കി ദൈവത്തിൻ്റെ വചനം നൽകുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് അവസരം ഒരുക്കിയിരുന്നു. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമായി തോന്നുവാൻ തക്കവണ്ണം എനിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നാം ജീവിക്കുന്നതായ ഈ കാലഘട്ടം, നാം ജീവിക്കുന്നതായ പശ്ചാത്തലം, നമ്മുടെ ഭാവി, ഈ വക കാര്യങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചനകൾ വളരെ ഗൗരവമേറിയതും വളരെ പ്രധാനപ്പെട്ടതുമാണെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഈ വിഷയത്തിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആമോസിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. അതായത്
ദൈവത്തിൻ്റെ ആലോചനകൾ അത് പൂർണ്ണമായിട്ട് ഷുവർലി ദ ലോർഡ് ഗോഡ് വിൽ ഡു നത്തിങ് ബട്ട് റിവീലത്ത് ഹിസ് സീക്രട്സ് അൺടു ഹിസ് സെർവൻസ് ദ പ്രോഫറ്റ്സ്. ദൈവം തൻ്റെ പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാരിലൂടെ വെളിപ്പെടുത്താതെ ദൈവം ഒരു കാര്യവും ചെയ്യുകയില്ല എന്ന ഉറപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. തൻ്റെ പ്രവാചകന്മാരായ ദാസന്മാരിലൂടെ ദൈവം തൻ്റെ പ്ലാനുകൾ, തൻ്റെ പദ്ധതികൾ, തൻ്റെ ആലോചനകൾ വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല എന്ന് ആമോസ് പ്രവാചകൻ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പിൽ ആശ്രയിച്ചുകൊണ്ട്, ആ ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചനകളെ ഗ്രഹിപ്പാനും പഠിക്കുവാനും അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാനും ദൈവം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളതായ ആലോചനകൾ നാം കേൾക്കുകയും സ്വീകരിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, നമ്മുടെ ജീവിതത്തിൻ്റെ പ്ലാനുകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവി ഇത് ഏറ്റവും ഭദ്രമായിരിക്കും, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും, അത് ദൈവേഷ്ടപ്രകാരമുള്ളതായിരിക്കും. അതുകൊണ്ട് നമുക്ക് യാതൊരു ഭാരവും യാതൊരു ബുദ്ധിമുട്ടുകളും നേരിടാതെ ദൈവികമായ അനുഭവത്തിൽ നിലനിൽപ്പാനും കർത്താവിൻ്റെ ജനമായിട്ട്, കർത്താവിൻ്റെ മക്കളായിട്ട്, കർത്താവിൻ്റെ പുത്രീപുത്രന്മാരായിട്ട്, കർത്താവിൻ്റെ ശിഷ്യരായിട്ട്, കർത്താവിൻ്റെ ദാസന്മാരായിട്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കത്തോടെ നോക്കി പാർത്തിരിപ്പാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും എന്നതായ ആ ഒരു അനുഭവത്തെ നാം എല്ലാവരും ഓർത്ത് സന്തോഷിച്ചുകൊണ്ട് ഈ വചനത്തെ ഗ്രഹിപ്പാൻ തക്കവണ്ണം നമുക്ക് ശ്രമിക്കാം. ഈ വചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ രണ്ട് പ്രത്യേക ഭാഗങ്ങൾ, രണ്ട് പ്രത്യേക ഉദ്ധരണികൾ, ഒന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്നും മറ്റൊന്ന് വേറൊരു പുസ്തകത്തിൽ നിന്നും നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചിട്ട് വചന ധ്യാനത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുകയാണ്. ഒന്നാമത്തെ ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 18-19 വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 18-19 വാക്യങ്ങൾ. അവിടെ ഇപ്രകാരം നമുക്ക് വായിപ്പാൻ കഴിയുന്നു: ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി വായിക്കട്ടെ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, അതുപോലെ പീഡിതന്മാരെ വിടുവിച്ചയപ്പാൻ കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. അതെ, യെശയ്യാപ്രവാചകനിൽ നിന്ന് എടുത്തതായ ഒരു ഉദ്ധരണിയാണ്. കർത്താവായ യേശു ക്രിസ്തു അന്ന് നസറേത്തിൽ ദേവാലയത്തിൽ പോയപ്പോൾ ജനങ്ങളെ വായിച്ചു കേൾപ്പാൻ തക്കവണ്ണം ഇടയായത്. ആ വേദഭാഗം ഒന്നുകൂടി നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, അതുപോലെ പീഡിതന്മാരെ വിടുവിച്ചയപ്പാൻ കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാൻ. ഈ വിഷയങ്ങൾ ഓരോന്നോരോന്നായി കർത്താവിൻ്റെ ശുശ്രൂഷയിൽ, കർത്താവിൻ്റെ ജീവിതകാലത്ത് ജനങ്ങൾക്ക് ശുശ്രൂഷയിലൂടെ പങ്കുവെപ്പാൻ തക്കവണ്ണം, അവരെ ഒരുക്കുവാൻ തക്കവണ്ണം കർത്താവ് തൻ്റെ 3.5 വർഷക്കാലത്തെ ഈ ലോകവാസത്തിൻ്റെ ഈ ലോക ശുശ്രൂഷയിൽ അത് നിവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഇതിൻ്റെ അവസാനത്തിൽ കർത്താവ് നൽകിയിരിക്കുന്നതായ ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ട് ധ്യാനിപ്പാനാണ് ഇന്ന് പകൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുക. കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുക. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുന്നുണ്ടോ? എന്താണ് കർത്താവിൻ്റെ പ്രസാദവർഷം എന്നതിനെക്കുറിച്ച് നമുക്ക് അറിവുണ്ടോ? എന്താണ് കർത്താവിൻ്റെ പ്രസാദവർഷം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ളതായ പ്രസംഗങ്ങൾ, അങ്ങനെയുള്ളതായ പഠനങ്ങൾ, അങ്ങനെയുള്ളതായ വായനകൾ ഇത് ലഭിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഉത്തരമില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. കർത്താവിൻ്റെ പ്രസാദവർഷത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങളോ അതിനെക്കുറിച്ചുള്ള പഠനങ്ങളോ അതിനെക്കുറിച്ചുള്ള ലേഖനങ്ങളോ ഒക്കെ നമുക്ക് വായിപ്പാൻ തക്കവണ്ണം വളരെ വിരളമാണ്. ഗ്രഹിപ്പാൻ തക്കവണ്ണം സാധിക്കാത്തതായ ഒരനുഭവമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നതായ ഈ പ്രത്യേക സത്യത്തെ നിങ്ങളുമായിട്ട് പങ്കുവെപ്പാൻ തക്കവണ്ണം ഞാൻ താല്പര്യപ്പെടുന്നത്. എന്താണ് കർത്താവിൻ്റെ പ്രസാദവർഷം? അതെപ്പോഴാണ് വരാൻ പോകുന്നത്? അതെവിടെയാണ് ആരംഭിച്ചിരിക്കുന്നത്? അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം?
അതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം, അതിൻ്റെ ആലോചനകൾ എന്തെല്ലാം, കർത്താവ് എന്താണ് യേശുവിൻ്റെ പ്രസാദ വർഷത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ പ്രസാദ വർഷത്തെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് എന്ന് നാം പരിശോധിച്ച് തിരിച്ചറിയേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ഈ വാക്യവും ഈ പശ്ചാത്തലവും ഈ വിശദീകരണങ്ങളും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ട് വേറൊരു പ്രത്യേക ഉദ്ധരണിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിപ്പാൻ തക്കവണ്ണം ഞാൻ താല്പര്യപ്പെടുകയാണ്. മിസ്സസ് വൈറ്റ് എഴുതിയിരിക്കുന്നതായ ഒരു പ്രധാനപ്പെട്ട പുസ്തകം, അതായത് ഗ്രേറ്റ് കോൺട്രവേഴ്സി അല്ലെങ്കിൽ വൻ പോരാട്ടം എന്ന പേരിൽ, എന്ന തലക്കെട്ടിൽ നാം അറിയപ്പെടുന്നതായ മിസ്സസ് വൈറ്റിൻ്റെ എഴുത്തുകൾ, അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായ ചില വെളിച്ചവും സത്യവും വെളിപ്പെടുത്തി തരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കുന്നു. മിസ്സസ് വൈറ്റ് എഴുതിയിരിക്കുന്നതായ ഗ്രേറ്റ് കോൺട്രവേഴ്സി എന്ന പുസ്തകത്തിൽ ഇംഗ്ലീഷിൽ 518 പേജ്, സ്നേഴ്സ് ഓഫ് സൈറ്റൻ 32 അധ്യായം മലയാളത്തിൽ പരിശോധിക്കുന്ന 32 അധ്യായത്തിൻ്റെ ആദ്യത്തെ വരി വായിച്ച് പഠിക്കുക, ആദ്യത്തെ വരി വായിച്ച് പരിശോധിക്കുക. 32 അധ്യായം ഇംഗ്ലീഷിൽ 518 പേജ്, 32 അധ്യായം സ്നേഴ്സ് ഓഫ് സൈറ്റൻ, സാത്താൻ്റെ ചതിവുകൾ എന്നതായ തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്നതായ ഈ ഭാഗത്ത് ആദ്യമായി മിസ്സസ് വൈറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉദ്ധരണി നിങ്ങളുടെ പക്കൽ സമർപ്പിച്ചുകൊണ്ട് പഠനം തുടരുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? The great controversy between Christ and Satan. The great controversy between Christ and Satan that has been carried forward for nearly 6,000 years is soon to close. The great controversy between Christ and Satan that has been carried forward for nearly 6,000 years is soon to close. അതായത് യേശു ക്രിസ്തുവും സാത്താനും തമ്മിലുള്ളതായ വൻ പോരാട്ടം 6000 വർഷം നീണ്ടു നിൽക്കുന്ന ഈ കാലഘട്ടം വേഗത്തിൽ അവസാനിപ്പാൻ തക്കവണ്ണം സമയമായിരിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, മിസ്സസ് വൈറ്റ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ മുന്നറിയിപ്പാണ് ഇവിടെ നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. കർത്താവ് കൽപ്പിച്ചിരിക്കുന്നതായ ഒരു കാലഘട്ടം, സാത്താനും യേശു ക്രിസ്തുവും തമ്മിലുള്ളതായ വൻ പോരാട്ടം, 6000 വർഷം നീണ്ടു നിൽക്കുന്ന ഈ വൻ പോരാട്ടം അത് അവസാനിക്കുവാൻ തക്കവണ്ണം സമയമെടുത്തിരിക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ ഒരു ഉദ്ധരണിയാണ് ഇവിടെ നമുക്ക് വായിച്ചു കേൾപ്പാൻ സാധിക്കുന്നത്. 6000 വർഷം എന്ന കാലഘട്ടം, ആ സമയപരിധി നമ്മുടെ ഓർമ്മയിൽ വെച്ചുകൊണ്ട് ഈ പഠനത്തിലേക്ക് നമുക്ക് തുടരാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, എൻ്റെ പ്രസാദ വർഷം അറിയിപ്പാൻ, കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ, അറിയിപ്പാൻ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്തിരിക്കുന്ന യേശു. എന്താണ് കർത്താവിൻ്റെ പ്രസാദ വർഷത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ 18 വാക്യത്തിൽ, ലൂക്കോസ് 4:18 വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ. ദരിദ്രർക്ക് വേണ്ടിയുള്ള സുവിശേഷം. എന്താണ് ദരിദ്രർക്ക് വേണ്ടിയുള്ള സുവിശേഷം? ദാരിദ്ര്യം തുടച്ചു നീക്കുവാൻ, ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, ദൈവം ദരിദ്രരെ പൂർണ്ണമായി വിടുവിപ്പാൻ ഉള്ളതായ കർത്താവിൻ്റെ പദ്ധതി, കർത്താവിൻ്റെ സമയം, കർത്താവിൻ്റെ പ്രസാദവർഷം അടുത്തിരിക്കുന്നു. അതെന്താണ്, എപ്പോഴാണ്? ഈ കാര്യങ്ങൾക്ക്, ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് നാം ഈ വിഷയത്തിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ദാരിദ്ര്യത്തെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും നിവർത്തിയാകുവാൻ തക്കവണ്ണം ഒരു സമയം, ഒരു വർഷം ദൈവം തീരുമാനിച്ചിരിക്കുന്നു, നിശ്ചയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, വീണ്ടും അവിടെ പറയുന്നു, അതെ, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും. എപ്രകാരമുള്ള ബന്ധനമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്? പൈശാചിക ബന്ധനങ്ങൾ, സാത്താന്യ ബന്ധനങ്ങൾ, സാമൂഹ്യ ബന്ധനങ്ങൾ, സാമ്പത്തിക ബന്ധനങ്ങൾ, എല്ലാവിധ രീതിയിലുള്ളതായ ബന്ധനങ്ങളും അനുഭവിക്കുന്ന ജനത്തിന് വിടുതലുണ്ടാകുവാൻ തക്കവണ്ണം ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയും ഉണ്ട് എന്ന് കർത്താവിൻ്റെ പ്രസാദ വർഷത്തിലൂടെ നമ്മെ അറിയിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ പ്രസാദ വർഷത്തിൽ ബദ്ധന്മാർക്കൊരു വിടുതലുണ്ട്. അത് ദൈവത്തിൻ്റെ പ്ലാനാണ്. അതിനുവേണ്ടി ഒരു കാലപരിധി ദൈവം നിശ്ചയിച്ചിരിക്കുന്നു, ഒരു സമയപരിധി ദൈവം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കുന്നു. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയില്ലാത്തവർക്ക്, അത് ശാരീരികമായ കാഴ്ചയെക്കുറിച്ച് മാത്രമല്ല, ആത്മീയ
ആത്മീകമായ കാഴ്ചപ്പാടിനെ കുറിച്ച്, ആത്മീകമായി കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ തക്കവണ്ണം, വീണ്ടെടുക്കുവാൻ തക്കവണ്ണം, അവിടെ ലൗകികമായ ഭൗമികമായ പാപപരമായ ചിന്തകളെയൊക്കെ പൂർണ്ണമായി വിട്ടൊഴിഞ്ഞുകൊണ്ട് ദൈവികമായ സ്വർഗീയമായ ചിന്തകളിലേക്ക്, താല്പര്യങ്ങളിലേക്ക്, അങ്ങനെയുള്ളതായ ഒരു കാഴ്ചപ്പാടിലേക്ക് ജനത്തെ നയിപ്പാൻ തക്കവണ്ണം കർത്താവിന് ഒരു പദ്ധതിയുണ്ട്, ഒരു പ്ലാനുണ്ട്, ഒരു സമയപരിധിയുണ്ട്. അതിൻ്റെ പൂർത്തീകരണത്തിന് ദൈവം ഒരു സമയം നിശ്ചയിച്ചിരിക്കുന്നു. ആ പ്രസാദവർഷം അടുപ്പാൻ, ആ പ്രസാദവർഷം പ്രസംഗിപ്പാൻ കർത്താവ് നമ്മെ അയച്ചിരിക്കുകയാണ്. യേശുവിനെ അയച്ചു, അത് നമ്മിലൂടെ നിവർത്തിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നതായ തിരിച്ചറിവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് യേശുവിനോട് നാം ചേർന്ന് പറയേണ്ടത്, യേശുവിനെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്തതുപോലെ നമുക്കും പറയുവാൻ കഴിയണം. അതേ പരിശുദ്ധാത്മാഭിഷേകത്തിൽ ഈ സുവിശേഷത്തിന്റെ പൂർത്തീകരണത്തിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നതായ വിലയേറിയ സമർപ്പണവും തീരുമാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനാണ് ഈ മാതൃകയും ഈ വേദഭാഗവും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. വീണ്ടും വായിക്കുമ്പോൾ പറയുന്നു, അവിടെ കുരുടന്മാർക്ക് കാഴ്ചയും, അതുപോലെ പിന്നീട് പീഡിതന്മാരെ വിടുവിച്ചയപ്പാൻ ദൈവത്തിനൊരു പ്ലാനുണ്ട്. പീഡിതരെ മാറ്റുവാൻ തക്കവണ്ണം, അവരെ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് വിടുവിപ്പാൻ തക്കവണ്ണം ദൈവത്തിനൊരു പ്ലാനുണ്ട്, ഒരു പദ്ധതിയുണ്ട്, ഒരു സമയപരിധിയുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ആ സമയപരിധിയെക്കുറിച്ചാണ് മിസ്സസ് വൈറ്റ് എഴുതിയ പുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നത്. വേദപുസ്തകത്തിലെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ, അതായത് വേദപുസ്തകത്തിലെ എല്ലാവിധ രേഖകളും നാം പരിശോധിക്കുമ്പോൾ, വേദപുസ്തക ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏകദേശം 6000 വർഷക്കാലത്തെ ഒരു ചരിത്ര രേഖകൾ, ചരിത്ര വെളിച്ചം നമുക്ക് വേദപുസ്തകത്തിലൂടെ ലഭിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ മിസ്സസ് വൈറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദ ഗ്രേറ്റ് കോൺട്രവേഴ്സി ബിറ്റ്വീൻ ക്രൈസ്റ്റ് ആൻഡ് സൈറ്റൻ, സാത്താനും ക്രിസ്തുവും തമ്മിലുള്ളതായ ഈ വൻ പോരാട്ടം അത് 6000 വർഷത്തേക്ക് നീണ്ടു നിൽക്കുമെന്നും 6000 വർഷം അത് അവസാനിപ്പാൻ തക്കവണ്ണം സമയം അടുത്തിരിക്കുന്നു എന്നും മിസ്സസ് വൈറ്റ് നമ്മെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അതെ, കർത്താവിൻ്റെ പ്രസാദ വർഷം വരുവാൻ തക്കവണ്ണം ദരിദ്രർക്ക് വിടുതലുണ്ടാകുവാൻ, ബദ്ധന്മാർക്ക് വിടുതലുണ്ടാകുവാൻ, കുരുടന്മാർക്ക് കാഴ്ച ഉണ്ടാകുവാൻ, പീഡിതന്മാർക്ക് പൂർണ്ണമായ വിടുതലുണ്ടാകുവാൻ സമയമായിരിക്കുന്നു. യേശുവിൻ്റെ പ്രസാദ വർഷം അടുത്തിരിക്കുന്നു, സൂൺ ടു ക്ലോസ്, അടുത്തിരിക്കുന്നു. അതെ, ആ വൻ പോരാട്ടം അവസാനിപ്പാൻ സമയമായിരിക്കുന്നു എന്നതായ ആ വലിയ മുന്നറിയിപ്പ്, ആ വലിയ വാക്തത്വം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ അറിയിപ്പ് ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ വാക്യത്തിലൂടെ നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കുന്നത്, പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താണ് കർത്താവിൻ്റെ പ്രസാദവർഷം, അതെപ്പോഴാണ് സംഭവിക്കുന്നത്, അതെപ്പോഴാണ് നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പരിശോധിച്ച് നോക്കാം. 2 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. 2 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ദൈവത്തിനൊരു പ്രസാദ കാലമുണ്ട്. കാലം എന്ന് പറയുമ്പോൾ തിരുവചനത്തിൽ കാലം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് വർഷത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു കാലം, ഇരുകാലം, അരക്കാലം എന്ന് ദാനിയേൽ 7:25, വെളിപാട് 12:14 ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അവിടെ നിന്ന് ആ പ്രവചന ഭാഗത്തിൽ നിന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത് ഒരു കാലം 1 വർഷവും, ഇരുകാലം 2 വർഷവും, അരക്കാലം അരവർഷവും എന്നതായ ഒരു കാലഘട്ടത്തെ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നു. ഇവിടെ പ്രസാദകാലം എന്ന് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നു. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരളി എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പ്രസാദ വർഷത്തിൽ കർത്താവ് നമുക്ക് ഉത്തരമരുളുന്നു, നമുക്കൊരു ഉത്തരം നൽകിയിരിക്കുന്നു, ഒരു പൂർത്തീകരണം നൽകിയിരിക്കുന്നു. ആ വാക്തത്വത്തിൻ്റെ നിവൃത്തി നമുക്ക് രുചിച്ചറിയുവാൻ, നമുക്ക് ലഭിപ്പാൻ തക്കവണ്ണം സാധിച്ചിരിക്കുന്നു എന്ന ഉറപ്പാണ് തിരുവചനം നമുക്ക് നൽകിയിരിക്കുന്നത്. രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. അതെ, രക്ഷാദിവസം, കർത്താവിനൊരു രക്ഷാദിവസമുണ്ട്.
അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വിശുദ്ധ ദിവസമായ ശബത ദിവസമാകുന്നു. 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ചു. ദൈവം അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ചു, വിശുദ്ധീകരിച്ചു. 7-ാം ദിവസം വിശുദ്ധ ദിവസമാണ്, വിശുദ്ധ ദിവസമാണ്, അത് ശുദ്ധീകരിക്കപ്പെട്ട ദിവസമാണ് എന്ന് തിരുവചനം നമ്മെ അറിയിക്കുന്നു. അതുകൊണ്ട് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ദിവസവും കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രത്യേക വർഷവുമുണ്ട്. ആ ദിവസവും വർഷവും തമ്മിലുള്ളതായ കൂട്ടിച്ചേർപ്പ്, ആ ദിവസവും ആ ദിവസത്തിനുള്ള പ്രത്യേകത തന്നെ ആ വർഷത്തിനുമുണ്ട് എന്ന് കർത്താവ് നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു തിരുവചനമാണ് കൊരിന്ത്യ ലേഖനത്തിലൂടെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. ഇതേ ആശയം യെശയ്യാവിൻ്റെ പുസ്തകം 49-ന്റെ 8-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 49-ന്റെ 8-ാമത്തെ വാക്യത്തിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ ഉദ്ധരിച്ചിരിക്കുന്നതായ ഒരു വേദഭാഗമാണ് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. യെശയ്യാവ് 49-ന്റെ 8 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. പ്രസാദകാലവും രക്ഷാദിവസവും അവിടെയും യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. എന്താണ് പ്രസാദകാലം? പ്രസാദ വർഷം. ദൈവത്തിനൊരു വർഷമുണ്ട്, ദൈവത്തിനൊരു കാലമുണ്ട്, ദൈവത്തിനൊരു ദിവസമുണ്ട്. ആ ദിവസം നമ്മൾ തിരിച്ചറിയുന്നത് പോലെ തന്നെ ആ വർഷത്തെയും തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുവാൻ തക്കവണ്ണം അതനുസരിച്ച് നമ്മുടെ പ്ലാനുകൾ, നമ്മുടെ ഭാവി കാര്യങ്ങൾ ഇവയൊക്കെ തിരിച്ചറിയുവാനും അതുപോലെ ഒരുക്കുവാനും നമുക്ക് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു ഒരുക്കത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ദൂത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്, നമുക്ക് നൽകിയിരിക്കുന്നത്, നമുക്ക് വിളമ്പി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദൂതിൻ്റെ പ്രാധാന്യതയെ നമ്മൾ തിരിച്ചറിയുവാൻ തക്കവണ്ണം നാം ശ്രമിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ പ്രാധാന്യത നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സത്യത്തിൻ്റെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ ആഞ്ഞു വീശുവാൻ തക്കവണ്ണം അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഒരുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ഇനിയും അല്പ കണക്കിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഞാൻ താല്പര്യപ്പെടുകയാണ്. നാം നേരത്തെ വായിച്ചതായ ഉദ്ധരണിയിൽ മിസ്സസ് വൈറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ 6000 വർഷത്തെ ഒരു ചെറിയ കണക്ക് കൊണ്ട് ഒന്ന് പരിശോധിപ്പാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. 6000 വർഷത്തെ 50 കൊണ്ട് നിങ്ങൾ ഭാഗിച്ചു നോക്കുക, ഡിവൈഡ് ചെയ്ത് നോക്കുക. 6000 വർഷത്തെ 50 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക, ഭാഗിച്ചു നോക്കുക. നമുക്ക് എന്താണ് കിട്ടുന്ന ഉത്തരം എന്ന് പരിശോധിച്ച് നോക്കിക്കേളൂ. എന്താണ് നമുക്ക് കിട്ടുന്ന? 6000 6000 ഡിവൈഡഡ് ബൈ 50. 6000-ത്തെ 50 കൊണ്ട് ഭാഗിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 120 എന്ന സംഖ്യയാണ്. 120 എന്ന സംഖ്യയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ. 6000-ത്തെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഭാഗിച്ചു നോക്കുമ്പോൾ നമുക്ക് 120 എന്ന സംഖ്യ ലഭിക്കുന്നു. എവിടെയാണ് 120 എന്ന സംഖ്യയുടെ പ്രാധാന്യത വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? രണ്ട് ഭാഗത്ത് 120 എന്ന സംഖ്യയുടെ പ്രത്യേകത വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. 2 ഭാഗത്ത്. അത് ഒന്നാമത്തെ ഭാഗം ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്നാമതായിട്ട് ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഈ 120 എന്ന സംഖ്യ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അവിടെ യഹോവയായ ദൈവം മനുഷ്യനോട് സംസാരിക്കുകയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. സദാകാലവും, എപ്പോഴും എന്നേക്കും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യരോട് വാദിക്കുന്നതിനൊരു സമയപരിധി ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. എന്നേക്കും അത് നീണ്ടുകൊണ്ടിരിക്കുകയില്ല. നന്മ തിന്മകളെ തിരിച്ചുള്ള തിരിച്ചറിവിൻ്റെ കാലഘട്ടത്തിന് ഒരു സമയപരിധി ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അത് എന്നേക്കും നീണ്ടു നിൽക്കുകയില്ല എന്ന് കർത്താവ് നമ്മെ അറിയിക്കുന്ന ഒരു വേദഭാഗമാണ് ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ വേദഭാഗം ശ്രദ്ധിച്ചു വായിക്കുക. അതെ, എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലേ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. അവൻ്റെ കാലം, അവൻ്റെ സമയം 120 സംവത്സരം. എപ്രകാരമുള്ള സംവത്സരമാണ്? എന്താണ് ഈ 120 എന്ന സംഖ്യയുടെ പ്രത്യേകത? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6000-ത്തെ 50 കൊണ്ട് ഭാഗിക്കുമ്പോൾ, 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് 120.
ആ 120 നമ്മൾ ഈ ഭാഗത്ത് വായിച്ചു കേട്ടത്. ഉൽപ്പത്തി പുസ്തകം 6-ന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്, ദൈവം മനുഷ്യന് വേണ്ടി, ദൈവം നോഹയുടെ തലമുറ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യന് വേണ്ടി കൽപ്പിച്ചിരിക്കുന്നത് 120 വർഷമാണ്. നോഹയോട് ദൈവം കൽപ്പിച്ചു, എൻ്റെ ആത്മാവ് സദാകാലവും മനുഷ്യനോട് വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ്റെ കാലം 120 സംവത്സരം തന്നെ ആയിരിക്കും എന്ന് കർത്താവ് നോഹയ്ക്ക് നൽകിയ വെളിച്ചം പോലെ, വെളിപ്പാട് പോലെ തന്നെ യേശു ക്രിസ്തു നോഹയുടെ സംഭവവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മെ പഠിപ്പിക്കുന്നത് കാണുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നുണ്ടല്ലോ. അതെ, യേശു ക്രിസ്തു പറഞ്ഞപ്പോൾ മത്തായിയുടെ സുവിശേഷം 24-ന്റെ 36, 37, 38 വാക്യങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നു, നോഹയുടെ കാലം പോലെ തന്നെ, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആയിരിക്കും എന്ന് യേശു ക്രിസ്തു നമുക്ക് അറിയിപ്പ് നൽകിയിരിക്കുന്നുവല്ലോ. നോഹയുടെ കാലപരിധി, നോഹയുടെ കാലയളവ്, നോഹയ്ക്ക് കൊടുത്തതായ സമയപരിധി, നോഹയ്ക്ക് കൊടുത്തതായ 120 വർഷക്കാലം, അതുപോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ വരവ് എന്ന് കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. താരതമ്യേന അതിനെ കോർത്തിണക്കിക്കൊണ്ട് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പത്രോസ് തൻ്റെ ലേഖനത്തിൽ 2-ാം പത്രോസ് ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നോഹയുടെ ജലപ്രളയകാലവും യേശുവിൻ്റെ വരവുമായിട്ട് പൊരുത്തപ്പെടുത്തി എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ദൈവം നോഹയ്ക്കൊരു കാലപരിധി കൊടുത്തു. 120 വർഷക്കാലമായിരിക്കും മനുഷ്യനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് എന്ന ഒരു വെളിപ്പാട് നോഹയ്ക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായില്ലേ? അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു അതേ അനുഭവത്തെ തൻ്റെ വരവുമായിട്ട് ബന്ധപ്പെടുത്തി ചിത്രീകരിച്ചിരിക്കുന്നു, നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. നോഹയുടെ കാലം പോലെ, കാലം, ഒരു കാലം, ഇരുകാലം, അരക്കാലം, നോഹയുടെ വർഷങ്ങൾക്ക് പോലെ, നോഹയ്ക്ക് കൊടുത്ത സംവത്സരം പോലെ ആയിരിക്കും യേശുവിൻ്റെ വരവ്. നോഹയ്ക്ക് 120 സംവത്സരം കൊടുത്തു. ആ 120 സംവത്സരം തികയുമ്പോൾ യേശു വന്നിരിക്കും എന്ന് നമുക്ക് കർത്താവ് യേശു ക്രിസ്തു നൽകുന്നതായ ഒരു വെളിച്ചമാണ് യേശു രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24-ന്റെ 36, 37 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ സാധാരണ പലപ്പോഴും നമ്മൾ ആ കാലം എന്ന പദത്തിന് വേണ്ടതായ അർത്ഥം കൊടുക്കുകയോ വേണ്ടതായ പ്രാധാന്യത കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ നാം അതിൻ്റെ പൂർണ്ണ രൂപവും പൂർണ്ണ അർത്ഥവും ഗ്രഹിക്കാറില്ല. നമ്മൾ പലപ്പോഴും നോഹയോട് പറഞ്ഞിരിക്കുന്ന ആ സാമൂഹിക ചിത്രീകരണത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഒരു താരതമ്യം മാത്രം നമ്മൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുന്ന ഒരു പ്രവണത നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ആ സാമൂഹിക ചിത്രീകരണം മാത്രമല്ല, അതും പ്രധാനപ്പെട്ടതാണെങ്കിലും അതുപോലെ തന്നെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന കാലപരിധിയും വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാനാണ് ഈ പ്രത്യേക പഠനം നമ്മെ സഹായിക്കുന്നത്, പ്രിയപ്പെട്ട ദൈവമക്കളെ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞത്, 6000 കൊണ്ട് ഭാഗിക്കുമ്പോൾ ഡിവൈഡ് 6000 by 50, അതെ, 50 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് 120 എന്നതായ സംഖ്യ ലഭിക്കുന്നു. ആ സംഖ്യ നമ്മൾ കാണുന്നത് നോഹയ്ക്ക് കൊടുത്തതായ കാലപരിധിയാണെന്ന് തിരിച്ചറിയുന്നു. 120 ഗുണം 50 ഈക്വൽസ് 6000 എന്ന് നമുക്ക് കിട്ടുന്നു. 120നെ 50 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 6000 വർഷം എന്നതായ കണക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ വേറൊരു ഭാഗത്തും 120നെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമുക്കതിലേക്ക് പിന്നീട് കടന്നു വരാം. എന്നാൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് വ്യക്തമാക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. എവിടെ നിന്നാണ് ഈ 50 എന്ന സംഖ്യ നമുക്ക് ലഭിക്കുന്നത്? ഞാൻ 6000ത്തെ 50 കൊണ്ട് ഭാഗിക്കുവാൻ ഡിവൈഡ് 6000 by 50 എന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ 120നെ 50 കൊണ്ട് ഗുണിപ്പാൻ, അതല്ലെങ്കിൽ 120 മൾട്ടിപ്ലൈ ബൈ 50 എന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടു. എവിടുന്നാണ് ഈ 50 എന്ന സംഖ്യ നമുക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അതും വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക വർഷത്തെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ താല്പര്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമുക്ക് ആഴ്ചവട്ടത്തിൽ 7-ാം ദിവസം ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ പ്രത്യേക ദിവസമായി, വിശുദ്ധ ദിവസമായി നമുക്ക് നൽകിയതുപോലെ തന്നെ കർത്താവ് നമുക്ക് ആരാധനയ്ക്കായിട്ട്, കൂട്ടായ്മയ്ക്ക്
ആരാധനയ്ക്കായിട്ട് ദൈവസന്നിധിയിൽ വിശ്രമത്തിനായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തന്നതായ 7-ാം ദിന ശബത്ത് പോലെ തന്നെ ദൈവം ഒരു പ്രത്യേക സംവത്സരത്തെ വിശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് വേർതിരിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലേവ്യ പുസ്തകം 25-ാമത്തെ അധ്യായത്തിൻ്റെ 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ പിന്നീട് വായിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ലേവ്യ പുസ്തകം 25-ാമത്തെ അധ്യായം 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു പഠിക്കണം. എന്നാൽ എല്ലാ വാക്യങ്ങളും വായിപ്പാനും അതിനെ വിശദീകരിപ്പാനും സമയപരിധി അനുവദിക്കുന്നില്ലാത്തത് കൊണ്ട് ചില വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലേവ്യ പുസ്തകം 25-ന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അവിടെ 50-ാം സംവത്സരത്തെ ശുദ്ധീകരിച്ച് ദേശത്തെല്ലായിടവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. അതെ, 50-ാമത്തെ വർഷം, 50 എന്ന സംഖ്യ വേദപുസ്തകത്തിൽ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 50-ാം സംവത്സരം, 50th ഇയർ. അതെ, 6000 വർഷത്തിൽ 50-ാമത്തെ സംവത്സരം. ഓരോ 50-ാമത്തെ സംവത്സരവും വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് എന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ലോക ചരിത്രത്തിന് വേണ്ടി, പാപചരിത്രത്തിന് വേണ്ടി ദൈവം നിയോഗിക്കപ്പെട്ടതായ 6000 വർഷത്തിൽ ഓരോ 50 വർഷം തികയുമ്പോഴും 50-ാമത്തെ വർഷം അതൊരു പ്രത്യേക വർഷമായിട്ട് ദൈവം വേർതിരിച്ചിരിക്കുന്നു. ആ പ്രത്യേക വർഷത്തെയാണ് യേശു ക്രിസ്തു പറഞ്ഞത്, കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പ്രധാന പ്രത്യേകത എന്താണ്? ഒന്നാമത് പറയുന്നു, 50-ാം സംവത്സരം ശുദ്ധീകരിക്കണം. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന് നമ്മെ പഠിപ്പിച്ചതുപോലെ തന്നെ 50-ാമത്തെ വർഷം, വർഷങ്ങളിൽ ഒരു വർഷത്തെ മാത്രമേ ഇങ്ങനെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. 7-ാം ദിവസം ശുദ്ധീകരണ ദിവസമായതുപോലെ തന്നെ 7-ാം ദിവസം വിശുദ്ധ ദിവസമായിരിക്കുന്നത് പോലെ തന്നെ 50-ാമത്തെ വർഷം വിശുദ്ധ വർഷവും അതേ ശുദ്ധീകരണ വർഷവും ആകുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 50-ാം സംവത്സരത്തെ ശുദ്ധീകരിച്ച് ദേശത്തെല്ലായിടവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. സ്വാതന്ത്ര്യം ഇംഗ്ലീഷിൽ പറയുമ്പോൾ പ്രൊക്ലെയിം ലിബർട്ടി ടു ദ ക്യാപ്റ്റീവ്സ്. അതാണ് ലൂക്കോസ് 4:18 പറഞ്ഞിരിക്കുന്നത്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ, ബദ്ധന്മാർക്ക് വിടുതൽ, സകലർക്കും സ്വാതന്ത്ര്യം അറിയിപ്പാൻ, സകല ബന്ധനങ്ങൾക്കും വിടുതൽ, സകല ബന്ധനങ്ങൾക്കും സ്വാതന്ത്ര്യം, അടിമകൾക്ക് സ്വാതന്ത്ര്യം, കടബാധ്യതകൾക്ക് സ്വാതന്ത്ര്യം, സകല ബാധ്യതകൾക്കും സകല ബന്ധനങ്ങൾക്കും പൂർണ്ണമായ വിടുതൽ കൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രസാദ വർഷം 50-ാമത്തെ വർഷം. പാപചരിത്രം ആരംഭിച്ച അന്ന് മുതൽ അതേ ദൈവം 6000 വർഷം ഓരോ 50 ഗഡുക്കളായിട്ട് വേർതിരിച്ചിരിക്കുകയാണ്. അങ്ങനെ വേർതിരിച്ചിരിക്കുന്ന ഈ 50 ഗഡുക്കളുകൾ അടങ്ങിയതായ 120 സംവത്സരം, അങ്ങനെ ആ 120 സംവത്സരം തികയുമ്പോൾ കർത്താവിൻ്റെ പ്രസാദ വർഷം, അത് പരിപൂർണമായ യഥാസ്ഥാനപ്പെടുത്തുന്നതായ ദൈവത്തിൻ്റെ പ്രസാദ വർഷം എത്തിയിരിക്കുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്നതായ ഒരു വേദഭാഗമാണ് ഈ പശ്ചാത്തലത്തിൽ ഈ വാക്യത്തിലൂടെ നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതെ, ലേവ്യ പുസ്തകം 25-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. അത് നിങ്ങൾക്ക് യോബേൽ സംവത്സരമായിരിക്കണം. നിങ്ങൾ താന്താൻ്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം. ഓരോരുത്തൻ താന്താൻ്റെ കുടുംബത്തിലേക്കും മടങ്ങിപ്പോകണം. എന്തെല്ലാമാണ്? 1 സ്വാതന്ത്ര്യം, 2 അവകാശം, 3 കുടുംബം. 1 സ്വാതന്ത്ര്യം, 2 അവകാശം, 3 കുടുംബം. ഇങ്ങനെ 3 പ്രത്യേക പദവികൾ, 3 പ്രത്യേക വാക്തത്വങ്ങൾ, 3 പ്രത്യേക അനുഗ്രഹങ്ങൾ ദൈവം 50-ാമത്തെ വർഷത്തിൽ പ്രത്യേകമായി വിളംബരം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ, ടു പ്രൊക്ലെയിം ദ അക്സെപ്റ്റബിൾ ഇയർ ഓഫ് ദ ലോർഡ്, ടു ഡിക്ലെയർ ദി അക്സെപ്റ്റബിൾ ഇയർ ഓഫ് ദ ലോർഡ്. കർത്താവിൻ്റെ പ്രസാദ വർഷം അറിയിപ്പാൻ, അത് പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. ആ ഒരു പ്രസാദ വർഷത്തെക്കുറിച്ച് പ്രസംഗിപ്പാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്, കടപ്പെട്ടവരാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ പ്രസാദ വർഷത്തെ തിരിച്ചറിയുവാനാണ് ദൈവം ഈ ദൂത് നമുക്ക് നൽകിയിരിക്കുന്നത്.
അത് മറ്റുള്ളവരെ അറിയിപ്പാൻ തക്കവണ്ണം നമ്മൾ ബാധ്യസ്ഥരാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ. അതിനെക്കുറിച്ച് പഠിക്കുവാൻ, അത് അറിയിപ്പാൻ, അത് ഗ്രഹിപ്പാൻ, അതനുസരിച്ച് നമ്മുടെ ഭാവിയും നമ്മുടെ അയൽക്കാരുടെ ഭാവിയും നമ്മുടെ സഭയുടെ ഭാവിയും നമ്മുടെ ബന്ധുക്കളുടെ ഭാവിയും നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും ഭാവിയും ക്രമീകരിപ്പാൻ നമ്മൾ അവരോട് കടപ്പെട്ടവരാണ്. ഈ ദൂത് അവർക്ക് പങ്കിടുവാൻ, അവരെ അറിയിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ. അതുകൊണ്ട് തിരുവചനം പറയുന്നു, വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരം കാണാൻ കഴിയുന്നു. അതെ, 12-ാമത്തെ വാക്യം, അതെ അവിടെ പറയുന്നു, അത് യോബേൽ സംവത്സരമാകുന്നു, അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. അത് നിങ്ങൾക്ക് എന്തായിരിക്കണം? വിശുദ്ധമായിരിക്കണം. വിശുദ്ധം, അതെ, ശുദ്ധീകരണം, വിശുദ്ധീകരണം, ഇങ്ങനെ 2 പദങ്ങൾ. അതായത് 7-ാം ദിന ശബത് ദിവസത്തിന് ഉപയോഗിച്ചിരിക്കുന്ന അതേ 2 പദങ്ങൾ, അതേ 2 പദങ്ങൾ 50-ാമത്തെ വർഷമായ ഈ പ്രത്യേക വർഷത്തിന്, വിടുതലിൻ്റെ വർഷത്തിന്, സ്വാതന്ത്ര്യത്തിൻ്റെ വർഷത്തിന്, നമ്മുടെ കുടുംബത്തിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ വർഷത്തിന്, നമ്മുടെ അവകാശത്തിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ വർഷത്തിന് കർത്താവ് കൽപ്പിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ട, നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. എപ്പോഴാണ് ഈ 50-ാം വർഷത്തിൻ്റെ ആരംഭം നമ്മൾ എണ്ണേണ്ടത്? ഈ 50-ാമത്തെ വർഷം എണ്ണാൻ തുടങ്ങുന്നത് ഏത് സംഭവത്തിൽ തൊട്ടാണ്, ഏത് സമയം തൊട്ടാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപചരിത്രത്തിന് ദൈവം വേർതിരിച്ചതായ 6000 വർഷത്തെ കാലഘട്ടത്തെ നമ്മൾ 50 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് 120 സംവത്സരം ലഭിക്കുന്നു. ഈ 6000 വർഷത്തിൻ്റെ ആരംഭം എവിടെയാണ്? ഈ 50-ാം വർഷത്തിൻ്റെ ആരംഭം എവിടെയാണ്? എവിടെ തൊട്ടാണ് നമ്മൾ 50 വർഷം വീതം എണ്ണേണ്ടത്? ഗഡുക്കളായിട്ട് 50 വർഷം ഏത് വർഷം തൊട്ട് എണ്ണണം? 6000 വർഷം ഏത് വർഷം തൊട്ട് ആരംഭിക്കുന്നു എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അതിന് വ്യക്തമായിട്ട് നമുക്കുള്ള തെളിവ് ഈ വാക്യത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഏതാനും ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ വാക്യത്തിലൂടെ അതിൻ്റെ ഉത്തരം നമുക്ക് പരിശോധിപ്പാൻ തക്കവണ്ണം സാധിക്കും. ഒന്നാമതായിട്ട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, അത് ഇവിടെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ ദേശത്തെല്ലായിടവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. ഇനി നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, എപ്പോഴാണ് നമ്മുടെ അവകാശം നഷ്ടപ്പെട്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയുള്ള ഉത്തരങ്ങൾ നമ്മൾ കണ്ടുകിട്ടുമ്പോൾ ഈ 50 വർഷത്തിൻ്റെ ഗഡുക്കൾ ആരംഭിക്കുന്നത് എപ്പോഴാണ്, 6000 വർഷത്തിൻ്റെ കാലഘട്ടം ആരംഭിക്കുന്നത് എപ്പോഴാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. മൂന്നാമതായിട്ട് നമുക്ക് പരിശോധിപ്പാൻ തക്കവണ്ണം നൽകിയിരിക്കുന്ന അടയാളം, അതെ, വീണ്ടും 10-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. ലേവ്യ പുസ്തകം 25-10 അവസാനത്തെ ഭാഗത്ത് പറയുമ്പോൾ, താന്താൻ്റെ അവകാശത്തിലേക്ക് താന്താൻ്റെ കുടുംബത്തിലേക്കും മടങ്ങിപ്പോകണം. താന്താൻ്റെ കുടുംബത്തിലേക്കും മടങ്ങിപ്പോകണം. എപ്പോഴാണ് നമ്മുടെ കുടുംബം നമുക്ക് നഷ്ടപ്പെട്ടത്? ഈ ചോദ്യം, ഈ 3 ചോദ്യങ്ങൾക്ക്, എപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, എപ്പോൾ നമ്മുടെ അവകാശം നഷ്ടപ്പെട്ടു, എപ്പോൾ നമ്മുടെ കുടുംബം നഷ്ടപ്പെട്ടു, ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുമ്പോൾ ഈ 50 വർഷത്തിൻ്റെ ആരംഭം എവിടെയാണ്, ഈ 6000 വർഷത്തിൻ്റെ ആരംഭം എവിടെയാണ് എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ. അതിൻ്റെ ഉത്തരം കണ്ടെത്തുവാൻ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു വലിയ സംഭവം നടക്കുന്നത് നമുക്കറിയാം. ആ സംഭവം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അവിടെ ഒരു സന്ദർശകൻ വരുന്നു. എവിടെയാണ് സന്ദർശകൻ വരുന്നത്? ഏദൻ തോട്ടത്തിൽ ഒരു സന്ദർശകൻ വരുന്നു. ആരാണ് സന്ദർശകൻ? സാത്താൻ പാമ്പിൻ്റെ വേഷമണിഞ്ഞുകൊണ്ട് അന്ന് ചിലപ്പോൾ തീർച്ചയായിട്ടും പാമ്പ് ഏറ്റവും മനോഹരമായ ഒരു ജന്തുക്കളിൽ ഒന്നായിരിക്കണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് സാത്താൻ വെളിച്ചദൂതൻ്റെ വേഷത്തിൽ മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് പോലെ അന്ന് തീർച്ചയായിട്ടും ഏറ്റവും സൗന്ദര്യമേറിയ ജന്തുക്കളിൽ ഒന്നായിരിക്കണം പാമ്പ്. അതുകൊണ്ടാണ് സാത്താൻ പാമ്പിൻ്റെ വേഷമണിഞ്ഞുകൊണ്ട് ഏദൻ തോട്ടത്തിൽ അവരെ വഞ്ചിപ്പാൻ തക്കവണ്ണം ഹൗവയുടെ അടുത്തും ആദാമിൻ്റെ അടുത്തും എത്തുവാൻ തക്കവണ്ണം ഇടയായത്. ആ സന്ദർശകൻ സാത്താൻ പാമ്പിൻ്റെ വേഷമണിഞ്ഞുകൊണ്ട് ഹവ്വയുടെ അടുത്തെത്തിക്കൊണ്ട് ഒരു സംഭാഷണം ആരംഭിക്കുന്നു. അത് വിശദീകരിക്കാൻ സമയം അനുവദിക്കുന്നില്ല. പക്ഷേ ആ സംഭാഷണത്തിൻ്റെ ഫലമായിട്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ആദാമിനും ഹവ്വയ്ക്കും അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ആ ദിവസത്തിൽ തിന്നുന്ന നാളിൽ
നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെടും എന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ തന്നെ ആ ഫലം പറിച്ചു തിന്ന നാളിൽ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, അവരുടെ അവകാശം നഷ്ടപ്പെട്ടു, അവരുടെ കുടുംബം നഷ്ടപ്പെട്ടു, അവരുടെ സ്വർഗീയ കുടുംബം നഷ്ടപ്പെട്ടു, ദൈവവുമായിട്ടുള്ള അവരുടെ മുഖാമുഖമായിട്ടുള്ള ബന്ധം അവർക്ക് നഷ്ടപ്പെട്ടു, ദൂതന്മാരുമായിട്ടുള്ള മുഖാമുഖമായ ബന്ധം അവർക്ക് നഷ്ടപ്പെട്ടു, അവരുടെ കുടുംബം, അവരുടെ അവകാശം, ഏദൻ തോട്ടമായിരുന്നവരുടെ അവകാശം, ഈ ഭൂമി മുഴുവൻ അവരുടെ അവകാശമായിരുന്നു. അതൊക്കെ സാത്താൻ അവർ കീഴടക്കി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അത് സാത്താൻ അവർ അടിയറ പറഞ്ഞു, സാത്താൻ അവയൊക്കെ കീഴടക്കി. സാത്താൻ ഈ ഭൂമിയുടെ അധിപനായി തീർന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, അതെ, ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നിൽ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് സാത്താൻ യേശുവിനെ മലമുകളിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞത്, ഈ കാണുന്നതൊക്കെയും എനിക്കുള്ളതാണ്, എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാൻ നിനക്ക് തരാം. കാരണം ഈ ലോകത്തിൻ്റെ പ്രഭുസ്ഥാനം, ഈ ലോകത്തിൻ്റെ അധികാരം, ഈ ലോകത്തിൻ്റെ ഭരണം അത് സാത്താൻ കയ്യേറി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതെ, ആദാമിന് കൊടുത്ത അധികാരം, ആദാമിന് കൊടുത്ത പദവി, ആദാമിന് കൊടുത്ത കുടുംബം, ആദാമിന് കൊടുത്തതായ സ്വാതന്ത്ര്യം, ആദാമിന് കൊടുത്ത അനുഗ്രഹങ്ങൾ, ഇവയെല്ലാം നഷ്ടപ്പെട്ട ദിവസം, പാപത്തിൻ്റെ ദിവസം, അന്നവർക്ക് നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം, അന്നവർക്ക് നഷ്ടപ്പെട്ടതായ അവകാശം, അന്നവർക്ക് നഷ്ടപ്പെട്ടതായ കുടുംബ ബന്ധം, അത് കർത്താവ് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഒരു പ്രസാദവർഷം നിശ്ചയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ടാണ് 7-ാം ദിവസം, അതേ, ദൈവം വിശുദ്ധ ദിവസം, ദൈവവുമായിട്ടുള്ളതായ കൂടിക്കാഴ്ചയുടെ ദിവസത്തിൽ അതുപോലെ ആരംഭത്തിൽ തന്നെ വേർതിരിച്ചതുപോലെ ദൈവത്തിന് പിന്നീട് ഒരു വർഷത്തെ വേർതിരിക്കേണ്ടതായി വരുവാൻ തക്കവണ്ണം ഇടയായത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പോൾ അന്ന് മുതൽ 50 വർഷം, ഓരോ ഗഡുക്കളായിട്ട് 50 വർഷം വീതം എണ്ണണം, 50 വർഷം വീതം എണ്ണണം. അതുകൊണ്ടാണ് 6000 വർഷത്തെ 120 കൊണ്ട് 50 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് 120 വർഷം എന്ന സംഖ്യ ലഭിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോകചരിത്രം 6000 വർഷം ഉൾക്കൊള്ളുന്നതായി ഈ ലോകചരിത്രത്തെ 3 ഘട്ടമായിട്ട് ദൈവം വേർതിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 2000 വർഷം, രണ്ടാമത്തെ 2000 വർഷം, മൂന്നാമത്തെ 2000 വർഷം. പ്രിയമുള്ള ദൈവമക്കളെ, ആദ്യത്തെ 2000 വർഷം എന്നതായ 40 പ്രസാദ വർഷങ്ങൾ അടങ്ങിയതായ ആദ്യത്തെ 2-ാം വർഷം, അതാണ് മോശയുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മോശയ്ക്ക് എത്ര വർഷത്തെ ആയുഷ്കാലം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതെ, മോശയുടെ ആയുഷ്കാലം 120 സംവത്സരമായിരുന്നു. 120 സംവത്സരമായിരുന്നു മോശയുടെ ആയുഷ്കാലം. അതിൽ ആദ്യത്തെ 40 സംവത്സരം മോശ ഫറവോന്റെ കൊട്ടാരത്തിലായിരുന്നു. രണ്ടാമത്തെ 40 സംവത്സരം മോശ മിദ്യാന്യ മരുഭൂമിയിൽ ഇത്രോയോടുകൂടി ആട്ടിടയനായി ജീവിതം നയിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. മൂന്നാമത്തെ 40 വർഷം മോശ ഇസ്രായേൽ മക്കളുടെ നടത്തിപ്പുകാരനായിട്ട്, ദൈവത്തിൻ്റെ പ്രവാചകനായിട്ട്, ദൈവത്തിൻ്റെ ദാസനായിട്ട്, ദൈവജനത്തെ നയിപ്പാൻ തക്കവണ്ണം അവരെ പീഡിതന്മാരുടെ ഇടയിൽ നിന്ന്, ബദ്ധന്മാരുടെ ഇടയിൽ നിന്ന്, അടിമത്വത്തിൽ നിന്ന് അവരുടെ അവകാശ ഭൂമിയിലേക്ക്, അവരുടെ കുടുംബത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് മോശെ അവരെ നയിക്കുന്ന ഒരു വലിയ അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മിസ്രൈമ്യ അടിമത്വത്തിൽ നിന്ന്, മിസ്രൈമിലെ എല്ലാവിധ പീഡനങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ച് ദൈവം അവർക്ക് എന്ത് കൊടുത്തു? സ്വാതന്ത്ര്യം കൊടുത്തു. മിസ്സസ് വൈറ്റ് നമുക്ക് നൽകിയിരിക്കുന്നതായ കാലപരിധി 6000 വർഷത്തെ ഒരു കാലപരിധിയാണ് തൻ്റെ എഴുത്തുകളിൽ താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആവർത്തിച്ച് 40-ലധികം പ്രാവശ്യം മിസ്സസ് വൈറ്റ് ഈ കാലപരിധിയെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നന്മയും തിന്മയും തമ്മിലുള്ളതായി വൻ പോരാട്ടം ഈ ലോക ചരിത്രത്തിൽ 6000 വർഷം നീണ്ടു നിൽക്കുവാൻ തക്കവണ്ണം ദൈവം അനുവദിച്ചിരിക്കുന്നു എന്നതായ ഒരു വലിയ വെളിച്ചം ആവർത്തിച്ച് മിസ്സസ് വൈറ്റ് നമുക്ക് നൽകിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിച്ചുവല്ലോ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 6000 വർഷം തികയുന്നത് എപ്പോഴായിരിക്കും എന്ന ഒരു വിലപ്പെട്ട സത്യം കൂടി നിങ്ങളുടെ ഓർമ്മയിൽ സമർപ്പിച്ചുകൊണ്ട്
ഞാൻ ഉപസംഹരിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അതേ പുസ്തകം ഗ്രേറ്റ് കോൺട്രവേഴ്സി എന്ന പുസ്തകം, അതിന്റെ ഗ്രേറ്റ് കോൺട്രവേഴ്സി എന്ന പുസ്തകത്തിന്റെ 327-28 പേജിൽ 327-28 പേജിൽ മലയാളത്തിൽ വായിക്കുന്നവര് അമേരിക്കൻ റിഫോമർ എന്നതായ തലക്കെട്ടിലുള്ളതായ അധ്യായം പരിശോധിച്ചു നോക്കുക. അമേരിക്കയിലെ ഒരു നവീകരണ കർത്താവ് എന്നതായ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉദ്ധരണി നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 18-ാമത്തെ അധ്യായത്തിൽ അതിന്റെ മധ്യഭാഗത്തോടുകൂടി അവസാന ഭാഗത്തോടുകൂടി വരുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉദ്ധരണിയാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. ഈ കാലപരിധി 6000 വർഷം എന്ന കാലപരിധി തികയുവാൻ തക്കവണ്ണം സമയം അടുത്തിരിക്കുന്നു എന്ന് മിസ്സസ് വൈറ്റ് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അത് തിരിച്ചറിയുവാൻ, അത് എപ്പോൾ സംഭവിക്കും എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം മിസ്സസ് വൈറ്റിന്റെ എഴുത്തുകളിൽ നമുക്ക് വ്യക്തമായ രേഖയുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അത് പരിശോധിപ്പാനാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. 327-ാമത്തെ പേജിൽ ഇപ്രകാരം പറയുന്നു: In AD 31, 3.5 years after his baptism, our Lord was crucified. അതെ, AD 31 യേശു ക്രിസ്തു സ്നാനപ്പെട്ട് 3.5 വർഷക്കാലം തികഞ്ഞപ്പോൾ കാൽവറിയിൽ നമ്മുടെ കർത്താവ് യാഗമായി തീർന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. With the great sacrifice offered upon Calvary, അതേ കാൽവറിയിൽ സമർപ്പിച്ച ആ വിലപ്പെട്ട യാഗത്തോടുകൂടെ ended that system of offerings which for 4,000 years had pointed forward to the Lamb of God. അതെ, 4000 വർഷക്കാലം നീണ്ടു നിന്നതായ യാഗകർമാദികളുടെ ശുശ്രൂഷ കാൽവറിയിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന കുഞ്ഞാട് മരണപ്പെട്ടപ്പോൾ അവസാനിച്ചു എന്ന മിസ്സസ് വൈറ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എപ്പോൾ അവസാനിച്ചു? AD 31 കാൽവറിയിൽ കർത്താവായ യേശു ക്രിസ്തു മരണപ്പെട്ടപ്പോൾ ഏദൻ തോട്ടത്തിൽ ആരംഭിച്ചതായ ആദാമും പാപം ചെയ്ത് പാപത്തിന്റെ ഫലമായി അവർക്ക് തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി ദൈവം അവരെ പഠിപ്പിച്ചതായ യാഗകർമാദികളുടെ ശുശ്രൂഷ, അതെ 4000 വർഷം നീണ്ടു നിന്ന യാഗകർമാദികളുടെ ശുശ്രൂഷ, കുഞ്ഞാടുകളുടെ രക്തം ചൊരിഞ്ഞുകൊണ്ട് പാപത്തിന്റെ ഫലം, അതെ പാപത്തെ കഴുകിക്കളയുവാൻ തക്കവണ്ണം ദൈവം ആരംഭിച്ച് മനുഷ്യന് നൽകിയതായ ആ യാഗ ശുശ്രൂഷ കാൽവറിയിൽ, അതേ ലോകത്തിന്റെ രക്ഷിതാവായ കുഞ്ഞാട് ആയ കർത്താവായ യേശു ക്രിസ്തു മരണപ്പെട്ടപ്പോൾ AD 31 4000 വർഷം തികഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ AD 31 4000 വർഷം തികഞ്ഞുവെങ്കിൽ ഇനിയും 6000 വർഷം തികയുവാൻ അതിന്റെ കൂടെ 31ന്റെ കൂടെ എത്ര കൂടെ കൂട്ടണം? 2000 കൂടി കൂട്ടണം. 31ന്റെ കൂടെ 2000 കൂടി കൂട്ടണം. 2000 + 31, 2000 കൂടി 31ന്റെ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 2031 നമുക്ക് ലഭിക്കുന്നു. അതെ, 2031. ഇപ്പൊ നമ്മൾ ഏത് വർഷത്തിലാ? 2020 അവസാനിക്കാറായില്ലേ? അടുത്ത മാസം കഴിയുമ്പോൾ അതെ നമ്മൾ 2021ലേക്ക് പ്രവേശിക്കും. 2021ലേക്ക് പ്രവേശിക്കും. 2031 എത്ര വർഷം തികയുന്നു? 6000 വർഷം തികയുന്നു. ഇതെന്റെ കണക്കുകളല്ല, ദൈവത്തിന്റെ വചനം ദൈവാത്മപ്രേരിതമായി മിസ്സസ് വൈറ്റ് നമുക്ക് നൽകിയിരിക്കുന്നതായ ചരിത്ര രേഖകളാണ്, വെളിച്ചമാണ്, വെളിപ്പാടാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, AD 31 കാൽവറിയിൽ 4000 വർഷം തികഞ്ഞുവെങ്കിൽ 6000 വർഷത്തെ പാപചരിത്രം AD 2031 തികയും എന്ന് നമുക്ക് വ്യക്തമായ ഉറപ്പാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മിസ്സസ് വൈറ്റ് പറഞ്ഞിരിക്കുന്നത് ഈ soon to close. 6000 വർഷം തികയുമ്പോൾ ഈ വൻ പോരാട്ടം അവസാനിക്കും എന്ന് മിസ്സസ് വൈറ്റ് നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് അവസാനത്തിന്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും ചില നാളുകൾ മാത്രം, ഏതാനും ചില കാലങ്ങൾ മാത്രം, ചുരുക്കത്തിൽ പറഞ്ഞാൽ വെറും 10 വർഷം മാത്രം, വെറും 10 വർഷം മാത്രം. പ്രിയമുള്ള ദൈവമക്കളെ, വെറും 10 വർഷം മാത്രം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നു. വെറും 10 വർഷം മാത്രം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നു എന്ന സത്യമാണ് ഇതിൽ നിന്ന് നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലപരിധി വളരെ വേഗത്തിൽ ചുരുങ്ങിപ്പോകും. ഈ കാലപരിധി വളരെ വേഗത്തിൽ ചുരുങ്ങിപ്പോകും.
എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. പ്രിയമുള്ള ദൈവമക്കളെ, പീഡനകാലങ്ങൾ ആരംഭിക്കുവാൻ സമയമായിരിക്കുകയാണ്. മൃഗത്തിന്റെ മുദ്ര ആരംഭിക്കുവാൻ സമയമായിരിക്കുകയാണ്. അതിനു മുമ്പായിട്ടൊരു കാര്യം നടക്കേണ്ടിയിരിക്കുന്നു. എന്താണത്? 144,000 പേരെ മുദ്രയിടണം. ആ 144,000 പേരുടെ സംഖ്യ തികയുവാൻ തക്കവണ്ണം കർത്താവ് കാത്തിരിക്കുകയാണ്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചുകൊണ്ട് 144,000 പേരുടെ മുദ്ര ഈ ഭൂമിയിൽ സ്ഥാപിച്ചു കഴിയുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, പീഡനകാലം സംഭവിക്കും. പീഡനകാലം അഴിച്ചുവിടും. അതേ 4 കാറ്റുകൾ ദൈവത്തിന്റെ ദൂതന്മാർ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന, ഭൂമിയുടെ 4 കോണിലും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന 4 കാറ്റുകളെയും അഴിച്ചുവിടും. അത് ഭൂമിയുടെ 4 കോണിൽ നിന്നും ഈ ഭൂമിയിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ വലിയ പീഡനകാലങ്ങൾ ഈ ഭൂമിയിൽ സംജാതമായി തീരും. മാത്രമല്ല പ്രിയപ്പെട്ട ദൈവമക്കളെ, മൃഗത്തിന്റെ മുദ്ര എന്നതായ ആ സംഭവത്തെ ഈ ഭൂമിയിൽ അതേ ആധികാരികമായി നടപ്പിലാക്കും. അത് വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നു. 10 വർഷക്കാലം മാത്രം പ്രിയപ്പെട്ട ദൈവമക്കളെ. അതേ കൃപയുടെ കാലം അടയുവാൻ ഏതാനും ചില വർഷങ്ങൾ. വ്യക്തമായി എപ്പോഴാണെന്ന് നമുക്കറിയില്ലെങ്കിലും നമുക്കൊരു കാലപരിധി നമ്മുടെ മുൻപാകെ ഉണ്ടല്ലോ പ്രിയപ്പെട്ട ദൈവമക്കളെ. സമയവും ദിവസവും നമുക്ക് തിരിച്ചറിയാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. എന്നാൽ ദൈവം അത് അറിയിക്കും. അത് വേഗത്തിൽ അറിയിക്കും. അത് കേൾപ്പാൻ നിങ്ങളുടെ കാതുകളെ ശുദ്ധീകരിക്കുകയും അത് അറിയുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുകയും പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് വരാൻ സമയമായിരിക്കുകയാണ്. എടുക്കപ്പെടുവാൻ, മേഘത്തേരിൽ പോകുവാൻ, കർത്താവിനോടൊപ്പം ഹല്ലേലൂയ പാടുവാൻ ദൈവമക്കൾ ഒരുങ്ങുവീൻ. അതായിരിക്കട്ടെ നമ്മുടെ തീരുമാനം, അതായിരിക്കട്ടെ നമ്മുടെ സമർപ്പണം. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.